മുല്ലപ്പെരിയാർ വിഷയത്തിൽ കോടതിയിൽ തമിഴ്നാടിന്റെ വാദങ്ങൾ ജയിക്കാനാണ് കേരള സർക്കാർ ആഗ്രഹിക്കുന്നതെന്ന് മുല്ലപ്പെരിയാർ ഏകോപന സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് റസൽ ജോയ്. ഡാം ഡീകമ്മീഷൻ ചെയ്യണമെന്നാവശ്യപ്പെട്ട് മുല്ലപ്പെരിയാർ ഏകോപന സമിതി ജനകീയ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഇടതു വലതു മുന്നണികൾ രാഷ്ട്രീയം കളിക്കുകയാണെന്നും മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യണമെന്നാവശ്യപ്പെട്ട് മുല്ലപ്പെരിയാർ ഏകോപന സമിതി ജനകീയ പ്രതിഷേധം നടത്തുമെന്നും മുല്ലപ്പെരിയാർ ഏകോപന സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് റസൽ ജോയ് പറഞ്ഞു. ഈ വിഷയത്തിൽ കോടതിയിൽ കൃത്യമായ വാദം ഉന്നയിക്കാൻ കേരളത്തിന് സാധിക്കുന്നില്ലെന്നും മാറി മാറി വന്ന സർക്കാരുകൾ രാഷ്ട്രീയ നേട്ടത്തിന് മാത്രമാണ് മുല്ലപ്പെരിയാറിനെ ഉപയോഗിച്ചിട്ടുള്ളതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രവചിച്ചിരുന്നതാണെങ്കിൽ കൂടി നമുക്കത് തടയാനായില്ല. മുണ്ടക്കയിലും ചൂരൽമലയിലും ഒക്കെ ഉണ്ടായ ദുരന്തം അത് ഉരുൾപൊട്ടൽ അല്ല, ഒരു ചെറിയ ഭൂകമ്പമാണ് എന്ന് പറയുന്ന സീസ്മോളജിസ്റ്റുകളും ശാസ്ത്രജ്ഞന്മാരും ഒക്കെ ഈ നാട്ടിലുണ്ട്. അവരങ്ങനെ പറയുന്നുണ്ട്. അത് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കും. കാരണം കേരളം മൊത്തത്തിൽ ഒരു സിസ്മിക് ഏരിയ ആയിട്ട് മാറി. നമ്മൾ തന്നെ പ്രകൃതിയെ നശിപ്പിച്ചത് കൊണ്ടാണ്. ഡാമുകൾ കൺസ്ട്രക്ട് ചെയ്ത്, കാറുകൾ കൺസ്ട്രക്ട് ചെയ്ത്, വനം വെട്ടി നശിപ്പിച്ച്. പുതിയ ഡാം ആവശ്യമില്ല. തമിഴ്നാട് ജനതയ്ക്ക് ജലം എത്തിക്കാൻ നിലവിലെ ഡാമിൽ നിന്നും 50 അടി ഉയരത്തിൽ തുരങ്കം നിർമ്മിച്ച് ഡാമിലെ ജലം അപകട സാധ്യത ഇല്ലാത്ത തരത്തിൽ ക്രമീകരിച്ച് ഇരു സംസ്ഥാനങ്ങളുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാണ് മുല്ലപ്പെരിയാർ ഏകോപന സമിതിയുടെ ആവശ്യം. പെരിയാറിന് കുറുകെയുള്ള പാലങ്ങളിൽ ജനങ്ങളെ സംഘടിപ്പിച്ച് പ്രതിഷേധം നടത്താനാണ് മുല്ലപ്പെരിയാർ ഏകോപന സമിതി ഒരുങ്ങുന്നത്. പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ആലുവയിൽ യോഗം ചേർന്നു. 1970 വളരെ ബ്ലൈൻഡ് ആയിട്ടാണ് എഴുതി കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ ലോജിക് എന്താണ്? മാത്രമല്ല, ഞാനൊരു മുഖ്യമന്ത്രി ആണെങ്കിൽ ഞാൻ ഒരു കാര്യം എഴുതി കൊടുക്കുന്നു. ഞാൻ പറയുന്നത് എനിക്ക് എന്റെ സമയത്തല്ലേ എഴുതി കൊടുക്കാൻ പറ്റൂ, 5 വർഷത്തേക്കല്ലേ എഴുതി കൊടുക്കാൻ പറ്റൂ മാക്സിമം. അത് കഴിഞ്ഞാൽ അതിനടുത്ത മുഖ്യമന്ത്രി അല്ലേ തീരുമാനിക്കുന്നത് കൊടുക്കണോ വേണ്ടതെന്ന്. വീണ്ടും നമുക്ക് തോന്നിയത് പോലെയാണ് എഴുതി കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഞാൻ പറയുന്ന 60 വർഷം കൊണ്ട് ഓൾറെഡി കഴിഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഇനിയിപ്പോൾ 999 വർഷം എഴുതി കൊടുത്താണ് ഒരു രക്ഷയില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കേരളത്തിന് മര്യാദയ്ക്ക് അത് സംസാരിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ ഒരേ ഒരു ചോദ്യം പോരെ. 60 വർഷം പഴക്കമുള്ള ഒരു ഡാം എങ്ങനെയാണ് 999 വർഷം എഴുതി കൊടുക്കുക? 60 കൊല്ലത്തേക്കല്ലേ കിട്ടുള്ളൂ. അവിടെ തന്നെ അതിന്റെ കഴിഞ്ഞു. ന്യൂസ് ബ്യൂറോ, ആലുവ. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ എറണാകുളത്തെ ഏറ്റവും വലിയ ലൈറ്റ് വെയ്റ്റ് ഷോറൂം ഇനി ആലുവയ്ക്ക് സ്വന്തം. ഇനി മുതൽ ലൈറ്റ് റേറ്റിലും ലൈറ്റ് വെയ്റ്റിലും ഡെയിലി ട്രെൻഡായി അണിഞ്ഞൊരുങ്ങാൻ ആലുവ നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. എറണാകുളത്തെ ഏറ്റവും വലിയ ലൈറ്റ് വെയ്റ്റ് ഷോറൂം ഇനി ആലുവയ്ക്ക് സ്വന്തം.